ഓക്കെ സാർ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം. ടെതറോഷൻ, ടോവ എക്സ്, NFTOS, NFT 2020, ഈ പറഞ്ഞ എല്ലാ മെമ്പേഴ്സിനും, എല്ലാ പ്ലാറ്റ്ഫോമിലും ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ മെമ്പേഴ്സിനും, പുതിയതായിട്ടുള്ള മെമ്പേഴ്സിനും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, നമുക്കൊരു റിക്കവറി മോഡ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഓൾറെഡി ഉള്ള നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചെടുക്കാനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് പ്രോജക്റ്റുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പ്രോജക്റ്റാണ് ഹാഷ്മേഡോറ എന്ന് പറഞ്ഞിട്ടൊരു പ്രോജക്റ്റ് നമ്മൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. എല്ലാ മെമ്പേഴ്സിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് ടെതറോഷൻ ക്ലൗഡ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പ്രോജക്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെതറോഷൻ, ടോവ എക്സ്, അതുപോലെ NFT 2020, ഈ പറയുന്ന ഇത്രയും പ്രോജക്റ്റുകളുണ്ട്. ടെതറോഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു ഹാക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ റിക്കവറി കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിന്ന് റിക്കവറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഉള്ള ഏർണിങ്സ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള എമൗണ്ടുകൾ, അത് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ടുള്ള ഓരോരോ എന്താ പറയുക, പുതിയ മാർഗങ്ങളാണ് അതൊക്കെ. അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഒരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാനുള്ള ടൈം, അത് ലീഗലായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പുറമെ പാരലലി നമ്മൾ ഒരു പ്രോജക്റ്റ് റൺ ചെയ്ത് നമുക്ക് അതിൽ നിന്നും ഒരു ഏർണിങ്സ് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ കൂടെ നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മളിപ്പോഴും ലൈവായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ട്. നമ്മളിത് അടച്ചുപൂട്ടി എവിടെയും പോവുകയൊന്നും ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം, നാട്ടിൽ തന്നെ പല തരത്തിലുള്ള ബിസിനസ്സുകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പലതരത്തിലുള്ള ബിസിനസ്സുകൾ വന്നിട്ടുണ്ട്, ഫ്ലോപ്പായി പോയിട്ടുണ്ട്. ഇതിന്റെ ഒന്ന് പൈസ റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കൽ പൈസ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് റിക്കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഫെയിലിയേഴ്സ്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ക്യൂ സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് ടോവ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ നമുക്കൊരു ക്യൂ സിസ്റ്റം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതിൽ മാത്രം ഉള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ക്യൂ സിസ്റ്റം. പക്ഷെ മറ്റുള്ള പ്ലാറ്റ്ഫോംസിലുള്ള, ഇപ്പൊ ടെതറോഷൻ ആയാലും, ടോവ എക്സ് ആയാലും, NFTOS ആയാലും, NFT 2020 ആയാലും, ഈ പറയുന്ന പ്രോജക്റ്റുകൾക്കൊന്നും ഒരു ക്യൂ സിസ്റ്റം ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ ഒരു പ്രിഫറൻസ് ടോവയിലുള്ളവർക്ക് മാത്രം പോകുന്നു എന്നുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറ്റിവെക്കാനാണ് ഈ പറയുന്ന പ്രോജക്റ്റുകളിലൊക്കെ ഉള്ള നിങ്ങളുടെ എല്ലാവരുടെയും ബാലൻസുകൾ, നേരത്തെ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമുകളിലെ ബാലൻസുകൾ, നമ്മളിതിൽ NFT 2020 ഒന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല, ഫുള്ളി അപ്ഡേറ്റ് ആയിട്ടില്ല. പക്ഷെ ടെതറോഷൻ, ടോവ എക്സ്, ഈ 3 പ്ലാറ്റ്ഫോമിലുള്ള എമൗണ്ടുകളെല്ലാം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ ക്യാപിറ്റൽ ബാലൻസ്, ആ ക്യാപിറ്റൽ ബാലൻസിനെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട്, ഈ പറഞ്ഞ എല്ലാ പ്ലാറ്റ്ഫോമിലും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് അതിനൊരു ഒരു 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 30% ഒരു പ്രോഫിറ്റ് എമൗണ്ട് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്കൊരു ക്രെഡിറ്റ് റിമൈനിങ് ബാലൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരും കൊണ്ടുവരികയാണ്. ഇതെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ബാലൻസ് എന്താണോ, ഇനിയുള്ള ബാലൻസ് എന്താണോ, ഓരോ ഐഡിയിലും നമുക്ക് വരാനുള്ള ബാലൻസ് എന്താണോ, അത് നമുക്ക് അവിടെ കാണിക്കുന്നുണ്ടാവും. നമുക്കിപ്പോൾ ഇതിൽ നമുക്ക് കാണാം, ക്രെഡിറ്റ് റിമൈനിങ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ നമുക്ക് അവിടെ കാണിക്കും. ഓരോരുത്തരും ടെതറോഷൻ, ടോവ എക്സ്, ഈ പറയുന്നതിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതേ വാലറ്റ് വെച്ചിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. ടെതറോഷൻ.cloud എന്നാണ് ഇതിന്റെ വെബ്സൈറ്റിന്റെ അഡ്രസ്സ്. ഏതൊരു വ്യക്തിക്കും ഈ പറയുന്ന അഡ്രസ്സ് എടുത്ത് ടോക്കൺ പോക്കറ്റിൽ പോയി നമുക്ക് അതിൽ നമുക്ക് ഈ പറയുന്ന ടെതറോഷൻ.cloud എന്ന് പറയുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാലറ്റ് ടെതറോഷൻ, ടോവ എക്സ് ഇതിലൊക്കെ ഉണ്ടായിരുന്ന അതേ വാലറ്റ് ആണെങ്കിൽ
അതേ വാലറ്റിൽ നിങ്ങൾ മുൻ പ്രോജക്റ്റുകളിൽ ഉണ്ടായിരുന്ന ക്യാപിറ്റൽ ബാലൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഒരു റിമൈനിങ് ബാലൻസ് ആയിട്ട് നമുക്ക് അവിടെ കാണിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് എല്ലാവരും ആദ്യം ചെയ്യേണ്ടത്. അവരവരുടെ ഐ ഡി ഓപ്പൺ ചെയ്യുക. അവരവരുടെ ഐ ഡി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് റിമൈനിങ് ബാലൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് കാര്യം ചെയ്യേണ്ടത് അതാണ്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പ്രോജക്റ്റ് ഇതൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയാണ്. റിക്കവറിക്ക് വേണ്ടി മാത്രമല്ല, നമുക്കൊരു ഏർണിങ്സ് കൂടിയും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതിൽ പുതിയ മെമ്പേഴ്സിനും വരാൻ പറ്റും. പക്ഷെ പുതിയ മെമ്പേഴ്സും പഴയ മെമ്പേഴ്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഇതിലുള്ള ഒരു ഏർണിങ്സിന്റെ മെത്തേഡ് രണ്ട് ടൈപ്പാണ്. അപ്പോൾ ആദ്യം എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിന്റെ കാര്യം പറയാം. അതിനുശേഷം ഇതിലുള്ള ന്യൂ ആയിട്ട് വരുന്നവർക്കുള്ള ബെനിഫിറ്റ്, ന്യൂ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നതിന്റെ ബെനിഫിറ്റുകളും കാര്യങ്ങളും പറയാം. ഓക്കെ. അപ്പോൾ ഏതൊരു വ്യക്തിയും ഈ പറയുന്ന ലിങ്ക് ഇട്ടിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ടെതറോഷൻ പ്രോജക്റ്റുകളിൽ 5 പ്രോജക്റ്റ് ഉണ്ട്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ വാലറ്റ് തന്നെയായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് റിമൈനിങ് എന്ന് പറയുന്ന ആ ഒരു ബാലൻസ് അവിടെ കാണിക്കും. ഓക്കെ. അത് ഓക്കെ ആണെന്നുള്ളത് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യണം. എന്തെങ്കിലും അതിൽ വ്യത്യാസങ്ങളുണ്ടോ നിങ്ങൾ ചെയ്തിട്ടുള്ളതിൽ. ഇതെല്ലാം ഡോളേഴ്സിലാണ്. ഇതിൽ ഇന്ത്യൻ റുപ്പി ഇല്ല. ഞാൻ ലക്ഷം ഇട്ടു, അത് ഇട്ടു, ഇതിട്ടു, അങ്ങനെയില്ല. അവിടെ എന്താണോ ഐഡിയിലുള്ള ഡോളേഴ്സ്, ആ ഡോളേഴ്സിന്റെ കണക്കിലായിരിക്കും അവിടെ കാണിക്കുന്നത്. ഓക്കെ. ഇനി രണ്ടാമത് ആ വ്യക്തി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇത് ഒരു ബിസിനസ് രീതിയായിട്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോ ഇവിടെ ഈ പറഞ്ഞ എമൗണ്ട് തിരിച്ചു കൊടുക്കൽ മാത്രമല്ല, ഈ തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്കൊരു റവന്യൂ വരണം. അപ്പൊ ആ റവന്യൂ അനുസരിച്ചാണ് എല്ലാവരുടെയും ഒരു ചെറിയൊരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു മിനിമം $25 മുതൽ $250 ഒരു എമൗണ്ട് നമുക്കത് അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ 25 ആണെങ്കിൽ 25, 30 ആണെങ്കിൽ 30, നമുക്കിങ്ങനെ എന്ത് എമൗണ്ട് വേണമെങ്കിലും നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാം. ആ കോൺട്രിബ്യൂഷന് ആ വ്യക്തിക്ക് ഇപ്പൊ ഈ ഒരു ഇതില് നമ്മൾ ചെയ്തിട്ടുള്ളത് $100 ആണ്. അപ്പൊ $100 നമുക്ക് ഇവിടെ അസറ്റ് വാല്യൂല് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത് ഓപ്പൺ പൊസിഷൻ $100 ആണ്. ഈ അസറ്റ് വാല്യൂല് അതിന്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. നമുക്ക് ഈ സിസ്റ്റത്തിന് ഒരു ഗ്രോത്ത് സിസ്റ്റം ഉണ്ട്. ആ ഗ്രോത്ത് സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് $1 അവിടെ നിന്ന് കയറിയാണ് ഇപ്പോൾ 1.509975 എന്ന് പറയുന്ന പോയിന്റിലെത്തിയത്. അപ്പൊ ഈ ഗ്രോത്ത് ഇങ്ങനെ കയറുന്ന അനുസരിച്ച്, ഈ ഗ്രോത്ത് കയറുന്നതിന്റെ ആ ഒരു സിസ്റ്റം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന ഓരോ എമൗണ്ടിന്റെയും 0.001% എമൗണ്ട് അപ്രിസിയേഷൻ ആണ് ഇതിന്റെ വാല്യൂവിൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഇതിന്റെ വാല്യൂ കയറി 100 ഇപ്പൊ ഇതിൽ കാണിക്കുന്നത് അസറ്റ് വാല്യൂ 100.34 ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് ഈ 100.34 എന്ന് പറയുന്ന വാല്യൂ $107.5 എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു മെച്യൂരിറ്റി ആവും. ഓക്കെ. ആ മെച്യൂരിറ്റി പോയിന്റ് ആയി കഴിഞ്ഞാൽ അവിടെ ഇതിപ്പോ മെച്യൂരിറ്റി ആയിട്ടില്ല, അത് 107 എത്തണം. ഇത് മെച്യൂരിറ്റി ആയിട്ടില്ല. ആവുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു ഗ്രീൻ ലൈൻ ആയിരിക്കും വരുന്നത്. അതിന്റെ താഴെയായിട്ട് നമുക്കൊരു ഇതും വന്നിട്ടുണ്ടാവും. നമുക്കൊരു വിഡ്രോവൽ ബട്ടണും വന്നിട്ടുണ്ടാവും. വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഒരു പ്രോഫിറ്റ് പോർഷൻ ഒരു 4% ആണ് നമുക്കൊരു പ്രോഫിറ്റ് പോർഷൻ വരിക. ആ 4% നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ വാലറ്റിലേക്ക് അത് ക്രെഡിറ്റ് ആവും. ആ പറയുന്ന എമൗണ്ട് ക്രെഡിറ്റ് ആവും. ഇങ്ങനെ ഇത് ഒരു 30 റൗണ്ടിലേക്ക് ഇത് പോകുന്നുണ്ട്. അപ്പൊ 30 റൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 120% നമ്മൾ കൊടുത്ത എമൗണ്ട് എന്താണോ അതിന്റെ 120% നമുക്ക് തിരിച്ച് നമുക്ക് വരും ഒരു റൗണ്ടിൽ. ഒരു റൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് 30 വിഡ്രോവൽ നടത്തുന്നതാണ് ഒരു റൗണ്ട്. ഓക്കെ. ഇനി അതിനുശേഷം വീണ്ടും നമുക്കൊരു ക്യാപിറ്റൽ ഇൻസെഷൻ വീണ്ടും നമുക്ക് അപ്പൊ നമ്മൾ ഓരോ തവണ നമ്മളോട് വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് റിമൈനിങ് ബാലൻസിൽ ഇങ്ങനെ കുറഞ്ഞു വരും. ആ പറയുന്ന വിഡ്രോവൽ വന്നിട്ടുള്ള ആ എമൗണ്ട് എന്താണോ അത് നമ്മുടെ ക്രെഡിറ്റ് റിമൈനിങ് ബാലൻസിൽ നമുക്ക് കുറഞ്ഞു വരും. ഓക്കെ. വീണ്ടും നമുക്ക് ഈ പറഞ്ഞ 30 എണ്ണത്തിന്റെ ഒരു റൗണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത റൗണ്ടിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ആ പറയുന്ന എമൗണ്ടോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറച്ചും കൂടുതലുള്ള എമൗണ്ടോ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ ആ എമൗണ്ട് മാക്സിമം ലിമിറ്റ് 250 ആണ്. അതിനപ്പുറത്തേക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു ഐഡിയയിൽ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. മറ്റേതുപോലെ ലക്ഷങ്ങളും കോടികളും ഒന്നും നമുക്ക് കൊണ്ടുപോയിട്ട് ഒരു ഐഡിയയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു ഐഡിയയിൽ മാക്സിമം ചെയ്യാവുന്ന എമൗണ്ട് ആണ് 250. അതിനനുസരിച്ച് നമുക്കൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എടുക്കാനുള്ള ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുള്ളൂ.
അല്ലെങ്കിൽ ഒരു മിനിമം എമൗണ്ടിൽ നമുക്ക് ചെയ്തു പോകാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇതായിരിക്കും അതിന്റെ ഗ്രോത്ത് വരുന്നുണ്ട്. ഇവിടെ ഇവിടെ ഈ കാണുന്നുണ്ട് 1.50 9975 അതിന്റെ ഗ്രോത്ത് വരികയാണ്. ഓരോരോ ഇത് വരുമ്പോഴും ഓരോ തവണ നമ്മൾ വിഡ്രോവൽ എടുക്കുമ്പോഴും അത് ആക്ച്വലി നമുക്കൊരു ഒരു ഒരു ബൈ പോലെയാണ്. ആ വിഡ്രോവൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലും പ്രോഫിറ്റും കൂടിയാണ് പുറത്തു വരുന്നതെങ്കിലും ക്യാപിറ്റൽ വീണ്ടും തിരിച്ചു പോകും. ആ ക്യാപിറ്റൽ വീണ്ടും തിരിച്ചു പോകുമ്പോൾ അത് വീണ്ടും നിങ്ങളുടെ ഒരു ഫ്രഷ് ഇതായിട്ട് തന്നെയാണ് അതിൽ കയറുന്നത്. അപ്പൊ സിസ്റ്റത്തിന്റെ ഇവിടെ വാല്യൂ ഇൻക്രീസും ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്കത് 30 റൗണ്ട്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഫ്രഷ് ആയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് ഈ ഈ പറയുന്ന പ്രൊസീജിയർ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ഓരോ തവണ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇതിലൊക്കെ വലിയ എമൗണ്ടുകളുണ്ട്. കാരണം ഇത് നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മൾ ഇതിനകത്ത് നമ്മൾ അന്ന് ചെയ്തതാണ്. കാരണം സിസ്റ്റം അറിയാവുന്നവർക്ക് അറിയാം, നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ മറ്റുള്ളവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അഡ്മിൻസ് ആയിട്ടുള്ള ഐഡിയകളിലെല്ലാം വലിയ ഹ്യൂജ് എമൗണ്ടുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് ഉപകരിച്ചിട്ടുമുണ്ട്, മറ്റുള്ളവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ അതും നമ്മുടെ ഒരു ഐഡിയ തന്നെയാണ്. അപ്പൊ ഏത് ഐഡിയയിലും നമുക്ക് നമുക്ക് നമ്മുടെ ഇത് ചെയ്യണമെങ്കിൽ നമ്മളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇതൊരു ക്രൗഡ് ഫണ്ടിങ് സിസ്റ്റമാണ്. എല്ലാവരും കോൺട്രിബ്യൂഷനിൽ കൂടെ തന്നെയാണ് ഈ സിസ്റ്റം വിജയിച്ച് മുന്നോട്ട് പോവുക. ഇത് മാത്രമല്ല, ഇതിനോട് കണക്ട് ചെയ്തിട്ട് തന്നെ ഇതിൽ വരുന്ന ഓരോ മെമ്പറിന്റെയും ഇൻവെസ്റ്റ്മെന്റിൽ ഒരു 3% ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നമ്മുടെ ഒരു ഗെയിമിംഗ് ലോട്ടറി ഗെയിമിംഗ് സൈറ്റ് ഉണ്ട്. ആ സൈറ്റിലേക്ക് നിങ്ങൾക്ക് അതിന്റെ ഒരു ക്രെഡിറ്റ് അവൈലബിൾ ആയിരിക്കും. 3% എമൗണ്ട്. അപ്പൊ $100 ചെയ്യുകയാണെങ്കിൽ $3 ഒരു വൺ ടൈം ആയിട്ട് $3 വൺ ടൈം ആയിട്ട് അതിലേക്ക് വരുന്നുണ്ട്. ഓരോ തവണ നിങ്ങൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് 30 റൗണ്ട് കഴിഞ്ഞ് വീണ്ടും ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു $3 അല്ലെങ്കിൽ 3% ഈ പറയുന്ന ഗെയിം സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗെയിം കളിക്കാം. അതിന് ഇവിടെ തന്നെ നമുക്ക് നമുക്ക് ഈ സൈറ്റിൽ പറ്റുകയാണെങ്കിൽ ഈ സൈറ്റിൽ തന്നെ അതിന്റെ ഒരു ലിങ്ക് ഇവിടെ വരും. അപ്പോൾ ഇതിൽ വരുന്ന ആ $3 നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് ആയിട്ട് കാണിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിട്ട് ആ ഗെയിം കളിക്കാം. വിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എമൗണ്ട് എടുക്കാം. ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ എമൗണ്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പൊ അതിൽ നിന്നൊരു റവന്യൂ ഉണ്ട്. ആ റവന്യൂ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് കിട്ടുന്ന റവന്യൂ നമുക്ക് ഇതിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് നമുക്ക് ഇതിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഹെവി ഒരു കമ്മ്യൂണിറ്റി നമുക്ക് ആ പറയുന്ന ഗെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു റവന്യൂ ഉണ്ടാവും. ആ റവന്യൂയിൽ നിന്ന് തന്നെ ഇവിടെയുള്ള മെമ്പേഴ്സിലേക്ക് കുറെ കൂടി ഫാസ്റ്റർ ആക്കാനായിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിനെ ഇപ്പൊ നമ്മൾ ഒരു മിനിമം സ്പീഡിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പക്ഷെ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള മെമ്പേഴ്സിന്റെ പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ വന്ന് ഈ പറയുന്ന ഗെയിം പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ഫണ്ടിങ് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കുറേയും കൂടി ഫാസ്റ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്തോളും. ഓക്കെ. ഇത് കുറച്ച് കുറച്ച് ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷെ ഇതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് കമ്മ്യൂണിറ്റി ഇൻക്രീസ് ആവുന്നതനുസരിച്ച് നമുക്ക് കമ്മ്യൂണിറ്റി തന്നെയാണ് വേണ്ടത്. ഇവിടെ ഹെവി റിസ്കി ആയിട്ടുള്ള ഒരു എമൗണ്ടും ആരും ചെയ്യേണ്ട ആവശ്യമില്ല. അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഹെവി നിങ്ങൾക്ക് ഒരു റിസ്ക് ആയിട്ട് തോന്നുന്ന ഒരു എമൗണ്ട് പോലും നമ്മൾ ഇതിൽ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങളും വരും. അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് ഇതിനുള്ളത്. വേണമെങ്കിൽ ഇൻ ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാം. പ്രോഫിറ്റിന്റെ പാർട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കാരണം ഓൾറെഡി നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഈ പറയുന്ന ടെതറോഷൻ ബേസ് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്ക് ടോട്ടൽ 10,000 വാലറ്റുകൾ ഉണ്ട്. 10,000 വാലറ്റുകൾ ടോട്ടൽ ഉണ്ട്. ചെറുതും വലുതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ $5 ഉള്ള വാലറ്റുകളും ഉണ്ട്, $20 ഉള്ള വാലറ്റുകളുണ്ട്, 50, 100, 1000, 2000, 5000 ഡോളറുള്ള വാലറ്റുകളുണ്ട്. ഇപ്പൊ ഈ ഒരു വാലറ്റിൽ മാത്രം ഇത് നമ്മുടെ ഒരു വാലറ്റാണ്. അതിൽ $47,000 ആണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കുറെ വാലറ്റുകൾ ഇപ്പൊ ഞങ്ങളുടെ തന്നെ അന്ന് ബൈബാക്ക് നമ്മൾ ചെയ്തു വെച്ചപ്പോൾ നമ്മൾ പല വാലറ്റുകളിലായിട്ട് ബൈബാക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും ഈ പറഞ്ഞ മാതിരി 40,000-50,000 ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കും ഇവിടെ ഈ പറയുന്ന പോലെ ചെറിയൊരു എമൗണ്ട് മാക്സിമം ഇത് ഈ ഒരു എമൗണ്ടിൽ ചെയ്യാൻ പറ്റില്ല. ആവറേജ് ഒരു $100 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ കുറെ വലിയ ഒരു എമൗണ്ട് ഇട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് മാക്സിമം എമൗണ്ട് എടുക്കാൻ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റുകൾ നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പ്രൊസീജിയർ ഉള്ളൂ. ഇതില് രണ്ട് തരത്തിലുള്ള ഇതിപ്പോ ഇത് നമ്മൾ ഇതിവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിലേക്ക് ഇപ്പൊ കണക്ട് ചെയ്തിരിക്കുന്നത് ഓൾഡ് യൂസർ എന്നുള്ള പേരിലാണ്.
അപ്പൊ ഓൾഡ് യൂസർ എന്ന് പറയുന്ന പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ട് ടെതറോഷൻ പ്രോജക്റ്റുകളിലുള്ള വ്യക്തികളാണ് ഓൾഡ് യൂസർ എന്ന് പറയുന്നത്. ഇതല്ലാതെ നമുക്ക് ന്യൂ യൂസർ ഉണ്ട്. ന്യൂ യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെതറോഷൻ അല്ലെങ്കിൽ അതുപോലത്തെ പ്രോജക്റ്റുകളായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വാലറ്റ്. ചില വാലറ്റുകളിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് സീറോ ആയിരിക്കും ഇവിടുത്തെ ബാലൻസ്. ഈ പറയുന്ന ബാലൻസ് ചിലപ്പോൾ സീറോ ആയിരിക്കും കാണിക്കണം. അങ്ങനത്തെ വ്യക്തികൾക്ക് ഈ പറയുന്ന ഇതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ഫ്രഷർ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രഷ് ഐ ഡി ആയിട്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. എക്സിസ്റ്റിംഗ് ഐ ഡി ആയിട്ടല്ല ജോയിൻ ചെയ്യുന്നത്. അപ്പൊ എക്സിസ്റ്റിംഗ് ഐ ഡിയും ഫ്രഷ് ഐ ഡിയും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അവർക്ക് റിട്ടേൺസ് കിട്ടുന്ന രീതിയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഫ്രഷ് ഐ ഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ 107% ഒരു ഗ്രോത്ത് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു 4% പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ. ഇനി ഫ്രഷ് ഇത് ഓൾഡ് ഐ ഡി ആണ്. ഓൾഡ് ഐ ഡിയിൽ 107.5% ആണെങ്കിൽ ന്യൂ ഐ ഡിയിൽ അത് 120% ആണ്. അവിടെ 120% ഗ്രോത്ത് ആവുമ്പോഴാണ് ഒരു ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിക്ക്. കാരണം മാർക്കറ്റിൽ ഓൾറെഡി പല പ്രോജക്റ്റുകളും റൺ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 0.5% മുതൽ മുകളിലേക്കുള്ള എമൗണ്ടുകളാണ്. 0.5%, 1% വരെയൊക്കെയാണ്. ഇവിടെ കുറച്ചും കൂടിയും ബെറ്റർ ആണ്. ഇവിടെ ഒരു 4% വരെ വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചം കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ ഈ ഒരു മിനിമം സ്ലാബിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലുള്ള മാക്സിമം ആൾക്കാരും ഈ ടെതറോഷൻ പ്രോജക്റ്റിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരും ഈ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഇതിലേക്കും ചെയ്യണം. അതിനുള്ള ബെനിഫിറ്റുകളും അവരവർക്കുണ്ട്. അപ്പൊ അത് നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് നമുക്ക് ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഫ്രഷേഴ്സ് ആണെങ്കിൽ ഫ്രഷേഴ്സിന് ഇവിടെ സീറോ ആയിരിക്കും. ഈ ക്രെഡിറ്റ് റിമൈനിങ്ങിൽ സീറോ ആയിരിക്കും ഫ്രഷേഴ്സിന് വരുന്നത്. ഓക്കെ. അവർക്ക് ഇവിടെ കാണിക്കുന്ന 107% എന്നല്ല, അവർക്ക് അവിടെ കാണിക്കുന്നത് 120% എന്നായിരിക്കും. ഓക്കെ. ഇനി ഇതിൽ വരുന്ന എല്ലാ ഓൾഡ് യൂസേഴ്സും സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് മെമ്പർ ആയിരിക്കും. അവിടെ ജീനിയോളജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നേരത്തെ നിങ്ങളൊരു ജീനിയോളജിയിൽ കൂടി ആയിരുന്നു അവിടെ നിങ്ങളുടെ അപ്ലയൻസിന് കമ്മീഷൻ കിട്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇത്തവണ എല്ലാ യൂസേഴ്സും എല്ലാ വാലറ്റും ഓൾഡ് യൂസർ വാലറ്റുകളെല്ലാം സിസ്റ്റത്തിന്റെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു വരുന്നത്. കാരണം അവിടെ വേറെ വേറെ ഇനി കമ്മീഷനൊന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിന്റെ ഡയറക്റ്റ് ആയിരിക്കും. പ്ലസ് ഈ ഡയറക്റ്റ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു പുതിയൊരു ടീം വേണമെങ്കിൽ ഫോം ചെയ്യാം. ചെറിയ എമൗണ്ടിന്റെ റിസ്ക് എടുക്കാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക് ഒന്നും എടുക്കാതെ ചെറിയൊരു രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പൊ അവിടെ നമുക്കൊരു 5 ലെവലിലേക്ക് വരുമാനം കിട്ടുന്ന ഒരു രീതി. അതായത് ഇവിടെ നമുക്ക് നമുക്ക് കാണാം നമ്മുടെ അതിനകത്തൊരു ഒരു നെറ്റ്വർക്കിന്റെ ഒരു ഇതുണ്ട്. അത് ന്യൂ യൂസേഴ്സിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവിടെ ഇതിവിടെ ഉണ്ട്. നമുക്ക് ഏറ്റവും താഴെ നമുക്ക് കാണാം നമ്മുടെ ഒരാളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മുടെ ഫസ്റ്റ് ലെവലിലായിരിക്കും. അവർ സ്പോൺസർ ചെയ്താൽ അത് നമ്മുടെ സെക്കൻഡ് ലെവലായിട്ട് വരും. അവർ സ്പോൺസർ ചെയ്താൽ തേർഡ് ലെവലായിട്ട് വരും. അങ്ങനെ ഫോർത്ത് ലെവൽ, ഫിഫ്ത്ത്, ഈ 5 ലെവലിൽ നടക്കുന്ന എമൗണ്ടുകൾ, ആ എമൗണ്ടുകൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഫസ്റ്റ് വിഡ്രോവൽ നമ്മൾ ഡെപ്പോസിറ്റിൽ ഒന്നും കൊടുക്കുന്നില്ല. നേരത്തെയൊക്കെ നമ്മുടെ പ്രോജക്റ്റിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്ലയൻസിന്റെ കമ്മീഷൻ പോകുന്ന രീതിയായിരുന്നു. ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒന്നും പോകുന്നില്ല. ഇവിടെ വിഡ്രോവൽസ് എടുക്കുന്ന നേരത്താണ് കമ്മീഷൻസ് പോകുന്നത്. അപ്പോൾ 5% ആണ് ഫസ്റ്റ് റൗണ്ടിൽ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഫസ്റ്റ് വിഡ്രോവൽ നടത്തുന്ന സമയത്ത് 5% എമൗണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ് $25 ആണെങ്കിൽ $25 5% എമൗണ്ട് 5 ലെവൽ അപ്ലയൻസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവും. ഓക്കെ. തുടർന്നുള്ള അവരുടെ റീബൈകൾ 30 തവണ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ റൗണ്ട് എന്ന് പറഞ്ഞാൽ 30 റൗണ്ടാണ്. ഈ ഓരോ തവണ ചെയ്യുമ്പോഴും അവിടെ ഒരു 1% കൂടി 5 ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ 0.2 എന്നുള്ള രീതിയിൽ 5 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ടിൽ മാത്രം 1%, 1%, 1% എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ടീമിലുള്ള വ്യക്തികൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നൊരു ഒരു ഏർണിങ്സ് നമുക്കുണ്ട്. ചെറിയ രീതിയിലാണ്. പക്ഷെ ടീം സൈസ് വലുതാവുന്ന അനുസരിച്ച് ടീം സൈസ് ഗ്രോ ചെയ്യണ അനുസരിച്ച് നമുക്ക് ആ ഒരു ഇൻകം കുറച്ചും കൂടി ബെറ്റർ നല്ല രീതിയിലേക്കുള്ള ഒരു ഇൻകം ആക്കി നമുക്ക് എടുക്കാൻ പറ്റും. ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു സിസ്റ്റമായിട്ട് നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. ഇത്രയാണ് ഇതിനകത്തുള്ളൂ. ഇതിന് വേറെ വേറെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോ
റീബൈ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഈ പറയുന്ന ഫ്രഷ് മെമ്പേഴ്സ് റീബൈ ചെയ്യുന്ന സമയത്ത് 1%, ഫ്രഷ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ 30 റൗണ്ട് കഴിഞ്ഞു വീണ്ടും ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 5% ആയിരിക്കും പോകുന്നത്. എല്ലാവരുടെയും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഹാഷ് മെഡോറയുടെ ഇതിലേക്ക് ക്രെഡിറ്റിലേക്ക് അതിപ്പോൾ കളിക്കണമെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് ആർക്കെങ്കിലും സെല്ല് ചെയ്യാനും പറ്റും. കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും, അതൊന്നും പ്രോബ്ലം ഇല്ല. അപ്പൊ കാരണം അവിടെ ഒരു നല്ലൊരു റവന്യൂ ഉണ്ട്, അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു ലയബിലിറ്റി ഇല്ല. ഒരു ലോട്ടറി സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഒരു ലയബിലിറ്റി ഇല്ല. നമുക്ക് ഇതില് നമ്മളൊരു ഒരു ഗെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അത് $100 ഗെയിമാണ്. $100 ഗെയിമിൽ നമുക്ക് $1,80,000 അതിന്റെ ഫസ്റ്റ് പ്രൈസ് വരുന്നത്. അങ്ങനെ ലക്ക് ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ അക്യുമുലേറ്റ് ചെയ്യുന്ന ആ ഒരു ക്രെഡിറ്റ് പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഗെയിം കളിച്ച് നമ്മൾ വിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു എമൗണ്ട് നമുക്ക് വിൻ ചെയ്യാൻ പറ്റും. 10,000 ടിക്കറ്റിന്റെ ഒരു ഗെയിമാണ്. $100 ഒരു ഗെയിമിന്റെ പ്രൈസ്. അതിൽ ഏകദേശം 3,600 പേർക്ക് അതിൽ വിന്നിങ് ഉണ്ട്. 10,000 ടിക്കറ്റേ ഉള്ളൂ ആകെ. 10,000 ടിക്കറ്റ് സോൾഡ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിന്നറിനെ തീരുമാനിക്കും. അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള വിന്നേഴ്സിനെ തീരുമാനിക്കും. ഏകദേശം ടോട്ടൽ 3,600 വിന്നേഴ്സ് ഉണ്ടാവും ഈ സിസ്റ്റത്തിൽ. 613 വിന്നേഴ്സാണ് ആക്ച്വലി വരുന്നത്, ടോട്ടൽ വരുന്നത്. കാരണം അപ്ലയൻസിലും ആ സിസ്റ്റത്തിലും അപ്ലയൻസിലേക്ക് വരുമാനം പോകുന്നുണ്ട്. ഒരു വിന്നർ വന്നിട്ടുണ്ടെങ്കിൽ ആ വിന്നറിന്റെ 10 ലെവൽ അപ്ലയൻസിലേക്കും ഒരു 10% എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ ആവുന്നുണ്ട്. അത് വളരെ നല്ലൊരു എക്കോസിസ്റ്റമാണ്. ഇന്റർനാഷണലി പ്രൊമോട്ട് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. ഇന്റർനാഷണലി എല്ലാവർക്കും അറിയാം ഗെയിംസ് ഒക്കെ വളരെ വളരെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ വളരെ 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 പൊട്ടൻഷ്യലാണ്. പക്ഷെ ആൾക്കാർക്ക് പണം കളഞ്ഞ് കളിക്കാനായിട്ട് ഒരു വിഭാഗം ആൾക്കാർക്ക് താല്പര്യമാണ്, ഒരു വിഭാഗം ആൾക്കാർക്ക് താല്പര്യമല്ല. അപ്പൊ ഇവിടെ നമുക്കൊരു നെറ്റ്വർക്കിങ്ങിന്റെ ഒരു സിസ്റ്റം കൂടി ആ പറയുന്ന പ്ലാറ്റ്ഫോമിലുണ്ട്. അവിടെയും 10 ലെവലിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം നമുക്കുണ്ട്. 10 ലെവലിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ ഈ 10 ലെവലിൽ നടക്കുന്ന സെയിൽസിനും അതേപോലെ തന്നെ 10 ലെവലിൽ നടക്കുന്ന വിന്നിങ്ങിനും നമുക്ക് കമ്മീഷനുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏജൻസി പോലെ. അപ്പൊ ഇതൊരു ഇന്റർനാഷണൽ സിസ്റ്റം ആയതുകൊണ്ട്, ബ്ലോക്ക് ചെയിൻ സിസ്റ്റം ആയതുകൊണ്ട് വേറെ ഇതിൽ പറ്റിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. വരുന്ന എമൗണ്ട് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിക്കില്ല, എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആവും. അതില് നമ്മുടെ സിസ്റ്റത്തിന് കിട്ടുന്നത് ഒരു 5% നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ആ പറയുന്ന 5% പ്രോഫിറ്റ് നമുക്ക് ഈ പറയുന്ന പ്രോജക്റ്റിലേക്ക് നമുക്ക് ഇതിന്റെ ലിക്വിഡിറ്റിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി സ്റ്റേബിൾ ആയിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഇനീഷ്യലി നമുക്ക് ഒരു ക്രൗഡ് ഫണ്ടിങ് രീതിയിലാണെങ്കിലും ഇത് വീണ്ടും നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഇൻകം ഇതിലേക്ക്, എക്സ്റ്റേണൽ സോഴ്സുകൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള മെമ്പേഴ്സിന് ഈ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെമ്പേഴ്സിനാണ്, പുതിയ മെമ്പേഴ്സിനല്ല. പ്രിഫറൻസ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സിനാണ്. അപ്പൊ അവർക്ക് എത്രയും പെട്ടെന്ന് അവരുടെ ഏർണിങ്സ് അല്ലെങ്കിൽ അവരുടെ എമൗണ്ടുകൾ, ഇതിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്ന എമൗണ്ടുകൾ അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു മാർഗമാണ് ഇത്. ഓക്കെ, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുകയുള്ളൂ. കാരണം എല്ലാവർക്കും പൈസ കിട്ടാനുള്ള, എല്ലാവരും പ്രോഫിറ്റിൽ ഉള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നല്ല നല്ല രീതിയിൽ കമ്മീഷൻസ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മുടെ ഡെപ്പോസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ വരുന്ന ഈ പറയുന്ന എമൗണ്ട്. എല്ലാവരും ഡെപ്പോസിറ്റ് ആണ്. കമ്മീഷൻസോ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആണ്. അത് കിട്ടിയിട്ടുള്ളവർക്ക് കിട്ടി. അതൊന്നും ഇവിടെ കണക്ക് കൂട്ടുന്നില്ല, ഇവിടെ കുറയ്ക്കുകയോ കൂട്ടുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ എക്സാക്ട്ലി നിങ്ങൾ എന്താണോ ആ സമയത്ത് നിങ്ങളുടെ ഐഡിയയിലുള്ള ഡെപ്പോസിറ്റുകൾ, ടെതറോഷൻ, ടോവാക്സ് ആണ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി NFT 2020 NFTOസിന്റെയും കൂടി ഡാറ്റ ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതാത് വാലറ്റുകൾ, സെയിം വാലറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്കിവിടെ ആ എമൗണ്ട് നമുക്ക് കൂടി കിട്ടും. അതല്ല പുതിയ വാലറ്റ് ആണെങ്കിൽ ആ വാലറ്റും നമ്മൾ ഈ സിസ്റ്റത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്രയുമാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പൊ ഇത് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ വലിയ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ല, വളരെ സ്ലോ ആൻഡ് സ്റ്റഡി. കാരണം എല്ലാ വാലറ്റുകളും നമുക്ക് ഇതിൽ ഓൾറെഡി ഉള്ള എല്ലാവരും ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ. ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കെയർ ഓഫിൽ പലരും വന്നിട്ടുണ്ടാവും. അവരൊന്നും ചിലപ്പോൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. മാക്സിമം ആൾക്കാർ ഇതിലേക്ക് പാർട്ടിസിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് മാക്സിമം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. ഇതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഈ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ആവുള്ളൂ. അത് ഏത് ലോകത്തെ ഏത് ട്രേഡിംഗ് സിസ്റ്റം ആണെങ്കിലും ട്രേഡിങ്ങിന് ആളില്ലെങ്കിൽ ആ സിസ്റ്റം വിജയിക്കില്ല. ആ
അതുപോലെ തന്നെയാണ് ഇവിടെ. എപ്പോഴും ഏത് സിസ്റ്റം ആണെങ്കിലും അതിൽ ട്രേഡിങ്ങിൽ ആളുണ്ടാവണം. അപ്പൊ കണ്ടിന്യൂസ്ലി ആ ട്രേഡിങ്ങിന്റെ ആൾക്കാരുടെ കമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച്, അതിന്റെ ആൾക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച്, ട്രേഡേഴ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. നല്ലൊരു ഇതോട് കൂടിയിട്ടാണ്, ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോംസ് കൊണ്ടുവരുന്നത്. അപ്പൊ 2 പ്ലാറ്റ്ഫോം ഓൾറെഡി നമുക്കിപ്പോൾ ലൈവ് ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ഈ പറയുന്ന ഗെയിമിങ്ങിന്റെ ഉണ്ട്. ഗെയിമിങ്ങിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ലൈബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിലും പോയി നമുക്ക് നേരിട്ട് വേണമെങ്കിൽ പോകാം, ഇതിൽ നിന്നും നമുക്ക് പോകാം. അപ്പൊ ഇതിലുള്ള വാലറ്റുകളാണെങ്കിൽ ഇതേ വാലറ്റിന്റെ അഡ്രസ്സ് വെച്ചിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അവിടെ ക്രെഡിറ്റ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് വരേണ്ട വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് അവരവരുടെ വാലറ്റ് ഓപ്പൺ ചെയ്ത് എല്ലാവരും ഇതൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കുള്ള എമൗണ്ടുകൾ ചെക്ക് ചെയ്യുക. അവിടെ സീറോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിൽ ഈ പറയുന്ന 7.5% ഗ്രോത്ത് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ടൊരു 20% ഗ്രോത്ത് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതെല്ലാവരും സഹകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പല പ്രോജക്ട്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഡെയിലി ഈ ഇത്രയും പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. 4% എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്. പല പ്രോജക്റ്റുകളിലും നമുക്ക് 0.5%, 0.5% ഒക്കെയാണ് ഒരു ദിവസം. അപ്പൊ നിങ്ങളുടെ ക്യാപിറ്റൽ റിക്കവറിക്ക് പോലും മാസങ്ങളോളം എടുക്കും. ഇവിടെ കുറേം കൂടി ഫാസ്റ്റർ ആണ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും മാക്സിമം ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ചെറിയ എമൗണ്ടിൽ തുടങ്ങിയാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വലിയ എമൗണ്ടിലേക്കൊക്കെ പതുക്കെ പോയാൽ മതി. എത്രയും പെട്ടെന്ന് മാക്സിമം പാർട്ടിസിപ്പേഷൻ ചെയ്യുക. ഈ സിസ്റ്റത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.